ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. അയ്യപ്പ സംഗമത്തിൽ കൊടുക്കാനുള്ള ആകെ പണം 4.35 കോടി രൂപയാണ്. ഊരാളുങ്കലിന് മാത്രം കൊടുക്കാനുള്ളത് 4.04 കോടി രൂപയാണ്. ശേഷ തുക ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾക്ക് നൽകാനുണ്ട്. ഭക്ഷണത്തിനായി ചെലവായ തുകയിലും കള്ളക്കണക്കുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, അതിപ്രധാനമാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നത്. ഈ തുകയിൽ എന്തൊക്കെ പൊരുത്തക്കേടുകളാണുള്ളത്? രതീഷ്, ശബരിമല ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനും വികസനത്തിനും ഒപ്പം തന്നെ ആ തീർത്ഥാടനത്തിന്റെ മൊത്തം ഉന്നമനത്തിനും പ്രശസ്തിക്കുമൊക്കെ വേണ്ടി സംഘടിപ്പിച്ചതാണ് ആഗോള അയ്യപ്പ സംഗമം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു വലിയ കടബാധ്യതയാണ്. ആ കടബാധ്യതയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അതായത് 4.35 കോടി രൂപയുടെ കടബാധ്യതയാണ് ഈ മൊത്തം പരിപാടിക്ക് മൊത്തം തുകയിൽ നിന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡിന് സംഭവിച്ചിരിക്കുന്നത്. അതിൽ 4.04 കോടി രൂപ കടം നൽകാനുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. കാരണം ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിനാണ് ഇതിൻ്റെ മുഴുവൻ നടത്തിപ്പും കരാറായി നൽകിയിരുന്നത്. ആ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ളതാണ് ഈ പണം. ഇതുകൂടാതെ ബാക്കി ശേഷിച്ച പണം എന്ന് പറയുന്നത് താമസ സൗകര്യം ഒരുക്കിയ ഹോട്ടലുകൾക്ക് കൊടുക്കാനുള്ളതാണ്. അതും ബാർ ഹോട്ടലുകളിലാണ് താമസ സൗകര്യം ഒരുക്കിയതെന്നുള്ളതാണ് രസകരമായ കാര്യം. ശബരിമല ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പവിത്രതയോടെ, കാരണം 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്തിട്ടാണല്ലോ ശബരിമലയിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അയ്യപ്പന്മാരുടെ കൂടി പങ്കാളിത്തത്തോടെ നടപ്പാക്കും എന്ന് പറഞ്ഞിരുന്ന അയ്യപ്പ സംഗമത്തിന് ഈ ഡെലിഗേറ്റ്സിന് പ്രതിനിധികൾക്ക് താമസിക്കാൻ ഒരുക്കിയത് ബാർ ഹോട്ടൽ അടക്കമുള്ള സൗകര്യമാണ്. അതും പമ്പയിൽ നടത്തിയ പ്രോഗ്രാമാണ്. അതിന് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് കുമരകത്തും മൂന്നാറിലും കോട്ടയത്തുമൊക്കെയാണ്. അതിൽ നമുക്ക് ചില ഹോട്ടലുകൾക്ക് കൊടുക്കാനുള്ള തുക വായിച്ചാൽ ഗോകുലം ഗ്രാൻഡ് റിസോർട്ട് കുമരകം 12,88,000 രൂപയാണ് കൊടുക്കാനുള്ളത്. ഗവൺമെൻറ് ഇക്കോ ലോഡ്ജിന് 39,000 രൂപ, ഗ്രീൻഫീൽഡ് കുമരകത്തിന് 18 ലക്ഷം രൂപ, തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിന് 15,800 രൂപ, KTDC കുമരകം ഗേറ്റ്വേക്ക് 64,000 രൂപ, KTDC വാട്ടർ സ്കേപ്സ് കുമരകം 2,90,000 രൂപ. അതുപോലെ തന്നെ ശ്രീവത്സം ഗ്രാൻഡിന് 2,60,000 സംതിങ് ആണ് കൊടുക്കാനുള്ളത്. താജ് കുമരകത്തിന് 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെ ഇത്രയും ഹോട്ടലുകൾക്കാണ് ഇനി കടം, അതായത് ഈ മുറി വാടക ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള തുക. അവർക്കെല്ലാം അഡ്വാൻസ് കൊടുത്തു. ആ അഡ്വാൻസ് കൊടുത്തതിൻ്റെ ശേഷിക്കുന്ന ഇനി അടയ്ക്കാനുള്ള തുകയാണ് ഇത്രയും. ഇത് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനി മറ്റൊരു രസകരമായ കണക്കുള്ളത് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ കള്ളക്കണക്കാണ് ഈ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഈ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് നമുക്കറിയാം, ഞാൻ അയ്യപ്പ സംഗമം റിപ്പോർട്ട് ചെയ്ത ആളാണ്. അയ്യപ്പ സംഗമം റിപ്പോർട്ട് ചെയ്ത ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയ്യപ്പ സംഗമത്തിന് വലിയൊരു ഹാളാണ് തയ്യാറാക്കിയത്, ഈ വലിയൊരു വേദിയാണ് തയ്യാറാക്കിയത് ഈ പമ്പയുടെ തീരത്ത്. അതിൽ ആ വേദി പൂർണ്ണമായും നിറഞ്ഞിരുന്നൊന്നുമില്ല. എങ്കിലും ഉദ്യോഗസ്ഥരുമൊക്കെ കയറിയിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ആ വേദി പൂർണ്ണമായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ കുറേ അധികം ആളുകൾ ഇറങ്ങിപ്പോയി. പിന്നീട് അവിടെ നേരത്തെ അറിയിച്ചിരുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള വേദികളിലാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്തുന്നതെന്നായിരുന്നു. പക്ഷേ അത് ആ വേദിയിൽ തന്നെയാണ് നടത്തിയത്. അതിലും വളരെ നാമമാത്രമായ ആൾക്കാരാണ് പങ്കെടുത്തതെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി വിജയ് യേശുദാസിൻ്റെയും വീരമണിയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ ഭക്തിഗാനമേള ഉണ്ടായിരുന്നു. ഒരു പക്ഷേ വിജയ് യേശുദാസൊക്കെ ഇത്രയും ശുഷ്കമായ ഒരു സദസ്സിനെ നോക്കി പാടുന്നത് ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഞങ്ങൾക്ക് തന്നെ സങ്കടം വന്നുപോയി അന്ന് ആ കാഴ്ച കാണുമ്പോൾ. അപ്പോൾ അന്ന് ആ വൈകുന്നേരവും അത്രയും ആൾക്കാർ മാത്രമേ അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. പക്ഷേ കണക്ക് നോക്കൂ, അന്ന് അയ്യപ്പ സംഗമം നടന്ന രാത്രിയിൽ ഭക്ഷണം കൊടുത്തത് 3,000 പേർക്കാണ് എന്നാണ് കണക്കിൽ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 4.5 ലക്ഷം രൂപ ചെലവായെന്നാണ് ഈ കണക്കിൽ പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അന്ന് 500ഓളം പേർ മാത്രമേ ഉള്ളായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കണക്ക്. അതിൽ ഒരാൾക്ക് 150 രൂപ വേണം ഭക്ഷണത്തിന് വേണ്ടി കണക്കാക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 5,000 പേർ ഭക്ഷണം കഴിച്ചു. അതിനുവേണ്ടി 8.5 ലക്ഷം രൂപ ചെലവായി എന്നാണ് ഈ കണക്കിൽ പറയുന്നത്. അപ്പോൾ 8.5 ലക്ഷം പേര് 5,000 പേര് 8 ലക്ഷം രൂപ 5,000 പേർക്ക്. പക്ഷേ അന്ന് അയ്യപ്പ സംഗമത്തിൽ മൊത്തം പങ്കെടുത്തവർ 4,000 പേര് കഷ്ടിച്ച് ഉണ്ടായിരുന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4,000-ഓളം പേർ മാത്രമുള്ളിടത്ത് വീണ്ടും 1,000 കൂടി എക്സ്ട്രാ ബില്ലിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വ്യാപകമായ കള്ളത്തരങ്ങൾ ഈ ബില്ലിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു സ്വകാര്യ ഓഡിറ്ററാണ് ഇത് നടത്തിയിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഈ ഓഡിറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നലെ ഹൈക്കോടതി ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രൂക്ഷമായ ഭാഷയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിമർശിച്ചിട്ടുണ്ട്.
സമർപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ഓഡിറ്റ് നടത്തി ഈ രേഖകളെല്ലാം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു നിലപാട് പറയുന്നത്. ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നൊരു ലൈനാണല്ലോ പക്ഷേ ദേവസ്വം മന്ത്രി കൈക്കൊള്ളുന്നത്. ആഗോള അയ്യപ്പ സംഘം സർക്കാരിന്റെ കൂടി താല്പര്യമായിരുന്നുവെന്ന് പൊതുസമൂഹത്തിനാകെ വിശ്വാസികൾക്കാകെ അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇന്നലെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യമല്ല, ദേവസ്വം ബോർഡാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, അങ്ങനെ മാറി നിൽക്കാൻ സർക്കാരിനും കഴിയുമോ ആനന്ദൻ? ഇല്ല, സർക്കാർ കൂടി വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയതാണല്ലോ ആഗോള അയ്യപ്പ സംഗമം. മാത്രമല്ല ശബരിമലയിൽ ഞങ്ങൾ നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ നേരിട്ട ഒരു ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. അപ്പോൾ ആ പേരുദോഷമൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിനുണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ പ്രവർത്തനങ്ങളിൽ വ്യക്തമാണ്. അത് ഏകദേശം മാറ്റിയെടുത്തു എന്നുള്ളത് അന്നത്തെ രാഷ്ട്രീയ നിലപാടുകളിലൂടെയൊക്കെ വ്യക്തമായിരുന്നു. മാത്രമല്ല മൊത്തം ഈ ശബരിമലയോടുള്ള നിലപാട് മാറ്റിയ പിണറായി വിജയൻ സർക്കാരിനെ ഞങ്ങൾ അഭിനന്ദിച്ചിരിക്കുന്നു എന്ന് NSS ജനറൽ സെക്രട്ടറിയും അന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല NSSന്റെയും SNDPയുടെയും പങ്കാളിത്തം, പൂർണ്ണ പങ്കാളിത്തം, NSS വൈസ് പ്രസിഡന്റ് തന്നെ അതുപോലെ തന്നെ SNDP ജനറൽ സെക്രട്ടറിയും ഒക്കെ ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ഇരുവശങ്ങളിലായിട്ട് അണിനിരക്കുകയും അന്ന് മുഖ്യമന്ത്രിയുടെ കാറിൽ SNDP ജനറൽ സെക്രട്ടറി വേദിയിലേക്ക് വന്നു തുടങ്ങിയതൊക്കെ പിന്നീട് നമ്മൾ കണ്ട കാഴ്ചകളാണ്. അപ്പോൾ അവിടെ ഒരു വലിയ ഐക്യം, സാമുദായിക പിന്തുണയൊക്കെ CPM-ഉം സർക്കാരും നേടിയെടുത്ത ശബരിമലയുമായിട്ടുള്ള ഞങ്ങളുടെ മനോഭാവം മാറിയിരിക്കുന്നുവെന്ന് കേരളത്തിലെ പ്രബല ഹിന്ദു സാമുദായിക സംഘടനകൾക്ക് മുന്നിൽ സർക്കാർ തെളിയിച്ചു കൊടുത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിന് സർക്കാരിന് ഇനി മാറി നിൽക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഗുണഭോക്താവ് സർക്കാർ, രാഷ്ട്രീയ ഗുണഭോക്താവ് സർക്കാരാണ് എന്നുള്ളത് അന്നത്തെ വേദി തന്നെ തെളിയിച്ചതാണ്. അപ്പോൾ അന്ന് ദേവസ്വം ബോർഡും സർക്കാരും ഒരുമിച്ചായിരുന്നു. ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത് സർക്കാരിന് വേണ്ടി കൂടിയാണ് ഈ ചടങ്ങ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ കണക്കൊക്കെ പുറത്തു വന്നപ്പോൾ സർക്കാർ പതുക്കെ കാലുമാറുകയാണ്. ദേവസ്വം ബോർഡിന്റെ മാത്രം ബാധ്യത. പക്ഷേ ശരിയാണ്, ദേവസ്വം ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പോൾ ഈ ചടങ്ങുമായി. അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി വലിയ പൊരുത്തക്കേട് കണക്കിനുണ്ട്. അത് ഓഡിറ്റ് റിപ്പോർട്ടാണ്, ഔദ്യോഗിക രേഖയാണ്. കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനമാണ് ഇന്നലെ ഉണ്ടായത്. ഇനി കൊടുക്കാനുള്ളത് തന്നെ 4 കോടിക്ക് മുകളിലാണ്. ഊരാളുങ്കലിന് മാത്രം. ഊരാളുങ്കലാണ് സർക്കാരിന്റെ നിരവധി പ്രൊജക്ടുകളൊക്കെ കഴിഞ്ഞ കുറേ കാലമായി നടപ്പാക്കുന്നത്. ഊരാളുങ്കലിന് തന്നെ 4 കോടി കൊടുക്കാനുണ്ടെന്നാണ് ഈ പേപ്പറിലെങ്കിലും കണക്ക്. ശേഷ തുക ഹോട്ടലുകൾക്ക് ഉൾപ്പെടെയാണ്. ഭക്ഷണത്തിലെ കണക്കിലും വലിയ കള്ളക്കളി ഉണ്ട് എന്നതാണ് ഈ റിപ്പോർട്ട് അതിന്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്.